ഇന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ട് സമയത്താണ് ഡ്യൂട്ടി കഴിഞ്ഞത്. ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ ഞാൻ സൂപ്പർ മാർക്കറ്റിലോട്ട് പോയി. അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ദേ അവളും വന്നു. നാളെ ഞങ്ങളുടെ വീട്ടിലോട്ട് കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഷോപ്പിംഗ്. എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടതെന്ന് ഏകദേശം ഒരു ഐഡിയ ഒക്കെ ആയിട്ട് തന്നെ പോയത്. ഞങ്ങൾ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിച്ചു. പിന്നെ അവിടെ വെച്ച് തന്നെ തീരുമാനിച്ചായിരുന്നു ആരൊക്കെ എന്തൊക്കെ ജോലി ചെയ്യണമെന്ന്. അവൾക്ക് ഫുഡിൻ്റെ ഡ്യൂട്ടിയും എനിക്ക് ക്ലീനിങ് സെക്ഷനുമായിരുന്നു. നാളെ രാത്രിയിലേക്കേ അവരൊക്കെ വരത്തുള്ളൂ, കാരണം അവർക്ക് മോർണിംഗ് ഡ്യൂട്ടി ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടേ അവർ വരുള്ളൂ. അത് കാരണം ഇന്ന് ഫ്രീ ആണ്. നാളെ രാവിലെ തുടങ്ങണം പണിയെല്ലാം. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോന്നു. രാവിലെ ഒരു 9:30-10 മണിയായപ്പോൾ തന്നെ പണിയെല്ലാം തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ പണിയിലോട്ട് തന്നെ ആദ്യം കയറി, ക്ലീനിങ് സെക്ഷനിലോട്ട്. വീടിൻ്റെ എല്ലാം കിടപ്പ് കണ്ടപ്പോൾ തന്നെ ഇത് എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയത്തില്ലായിരുന്നു. ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും ഞാൻ തന്നെ ചെയ്യേണ്ടതല്ല. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരാൾക്ക് അരി മാറിപ്പോയെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഞാൻ അതൊക്കെ അവിടെ ഇട്ടിട്ട് നേരെ പോയി അരി മേടിച്ചുകൊണ്ട് കൊടുത്തു. കണ്ട ആ മുഖത്തെ സന്തോഷം. നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഡിഷിൽ അരിയാണ് മെയിൻ. കാരണം നമ്മൾ ഉണ്ടാക്കുന്നത് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ്. ചോറ് ആദ്യം സെറ്റ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞാണ് രാവിലെ അവൾ അടുക്കളയിലോട്ട് വന്നത്. അപ്പോഴാണ് അരി മാറിപ്പോയതറിഞ്ഞത്. പിന്നെ ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ ഈ അരി കിട്ടിയപ്പോൾ അതെല്ലാം മാറി. അങ്ങനെ പിന്നെ അവളവിടെ ഫുഡിൻ്റെ ബാക്കി ജോലി ചെയ്യാൻ തുടങ്ങി. ഞാൻ എൻ്റെ ബാക്കിയിലോട്ടും കടന്നു. ഇവിടെ അധികം തൂത്ത് വൃത്തിയാക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ പട്ടികൾ എപ്പോഴും വന്നു പോയി കഴിയുമ്പോൾ നമ്മളിവിടെ എല്ലാം തുടച്ചിടുന്നതാണ്. അവരുടെ പൂടയൊക്കെ ഉണ്ടാവുമെന്ന് കരുതിയിട്ട്. എന്നാലും ഇന്ന് ഇച്ചിരി കൂടെ ക്ലീൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോഴേക്ക് അവൾ ചോറൊക്കെ വേവിച്ച് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവളൊരു വീഡിയോയിൽ കണ്ടതാണ് ചോറ് വേവിച്ച് ഫ്രിഡ്ജിൽ വെക്കണത് നല്ലതാണെന്ന്, ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അവളാണല്ലോ ഷെഫ്. അങ്ങനെ അവളതൊക്കെ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് അവൾ തന്നെ എല്ലാ അരിയൊക്കെ ചെയ്തത്. ഞാൻ ഇടയ്ക്ക് പോയി ചെറുതായിട്ടൊക്കെ സഹായിച്ചു കൊടുത്തു. വലുതായിട്ടൊന്നും സഹായിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. കാരണം ഞാൻ ഒരു സാധനം എടുക്കുന്ന സമയം കൊണ്ട് അവളത് അരിഞ്ഞു തീരും. ആദ്യമേ എല്ലാം അരിഞ്ഞങ്ങ് സെറ്റ് ചെയ്ത് വെച്ചു. ഇതിന് വേണ്ട ഐറ്റംസ് മുട്ട, ക്യാപ്സിക്കം, ക്യാബേജ്, സ്പ്രിംഗ് ഒനിയൻ, ക്യാരറ്റ്, സവോള, ഇഞ്ചി, വെളുത്തുള്ളി, അങ്ങനെ അതെല്ലാം വേണമായിരുന്നു. അതെല്ലാം റെഡിയാക്കി വെച്ചു. പിന്നെ ഇങ്ങനെ ഇരുന്ന ചിക്കനെ അവളിതേ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതെന്തൊക്കെയാണ് പുരട്ടി വെച്ചേക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല, കാരണം ഞാൻ ചോദിച്ചില്ല. പിന്നെ വറുക്കാനുള്ള ചിക്കൻ നമ്മൾ പാക്കായിട്ട് വാങ്ങിക്കുമായിരുന്നു. കൂട്ടത്തിൽ ഏറ്റവും പാടുള്ള പണി ഇതായിരുന്നു, ചിക്കൻ വറുത്തെടുക്കുന്നത്. കാരണം വേറൊന്നുമല്ല, അത് ഇടുമ്പോൾ തന്നെ പൊട്ടിത്തെറിക്കുമായിരുന്നു. ആദ്യം ഫോർക്കൊക്കെ വെച്ച് സ്റ്റൈലിൽ എടുക്കാൻ നോക്കി, പക്ഷെ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിങ്ങനെ ഭയങ്കര ഒട്ടിപ്പിടിച്ചിരിക്കുമായിരുന്നു. പിന്നെ കൈ കൊണ്ട് തന്നെ നമ്മളെടുത്തു. ഒറ്റയ്ക്ക് ചെയ്തോളാമെന്നും പറഞ്ഞ് വലിയ കാര്യത്തിൽ വന്നതാണ്. പക്ഷേ പൊട്ടിത്തെറിയും സൗണ്ടും ഒക്കെ വന്നപ്പോഴേക്ക് അവളും കൂടെ വന്നു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ആ ചിക്കൻ മൊത്തം വറുത്തെടുത്തത്. അങ്ങനെ കുറച്ച് നേരം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനെല്ലാം വറുത്തങ്ങ് വെച്ചു. പിന്നെ അതിൻ്റെ കൂടെ സാലഡും കൂടെ ഉണ്ടാക്കി വെച്ചു. നേരത്തെ ഫുഡ് ഉണ്ടാക്കി വെച്ചാൽ തണുത്ത് പോകുമെന്ന് കരുതിയിട്ട് നമ്മൾ അവർ വരുന്നതിന് 1 മണിക്കൂർ മുമ്പൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അവർ 7 മണിക്ക് വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളൊരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്തു. ഞാനിവിടെ ചിക്കൻ നമ്മൾ പാക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് വറുക്കാൻ വെച്ചു. ആ സമയം കൊണ്ട് അവൾ മുട്ടയെല്ലാം ചിക്കി വെച്ചു. ആദ്യം നമ്മൾ ചില്ലി ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. റെസിപ്പിയൊന്നും ഞാൻ വലുതായിട്ട് പറയുന്നില്ല, കാരണം നമ്മുടെ ചാനൽ നോക്കിയിട്ട് ആരും ഇതൊന്നും ട്രൈ ചെയ്യാൻ പോകുന്നില്ല. അതിനൊക്കെ ഒരുപാട് വേറെ ചാനലുകളുണ്ടല്ലോ. അവളും ഇത് കുറേ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് സെറ്റ് ചെയ്യണത്. ആദ്യം നമ്മൾ ചൂടെണ്ണയിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് അതൊന്ന് വഴണ്ട് വന്നപ്പോഴേക്കും ചതുരത്തിലരിഞ്ഞ ക്യാപ്സിക്കവും, പല കളറുള്ള ക്യാപ്സിക്കം ഉണ്ടായിരുന്നു, അതും സവോളയൊക്കെ ഇട്ടു. പിന്നെ അതിലേക്ക് സ്പ്രിംഗ് ഒനിയനും സോയാ സോസും ചില്ലി സോസും ടൊമാറ്റോ സോസും ഇതെല്ലാം ഇട്ടു. അതെല്ലാം ഇട്ട് ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ആ വറുത്ത് വെച്ചിരുന്ന ചിക്കൻ എല്ലാം കൂടെ അതിൻ്റെ അകത്തോട്ടിട്ടു. പിന്നെ നമ്മൾ കലക്കി വെച്ചിരുന്ന കോൺഫ്ലവറും കൂടെ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തു. അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ സെറ്റായി. ഈ പാത്രത്തിലാണ് നമ്മൾ റൈസ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിനും നമ്മൾ ആദ്യം ചൂടായ എണ്ണയിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ഇട്ടു. പിന്നെ അതിലോട്ട് ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം ഇതെല്ലാം കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് ചേർക്കണം. ഇത് നന്നായിട്ട് ഇളക്കണം. അത് ഒരുപാട് വേവണ്ട, കുറച്ച് വെന്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ആ ചിക്കി വെച്ചിരുന്ന മുട്ട അതിൻ്റെ അടുത്തോട്ട് ചേർക്കണം. പിന്നെ അതിലോട്ട് നമ്മുടെ നേരത്തെ സോയാ സോസും ചില്ലി സോസും ടൊമാറ്റോ സോസും എല്ലാം ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ ചോറും കൂടി ഇട്ട് സെറ്റ് ചെയ്യണം. എന്നിട്ട് അതിലോട്ട് സ്പ്രിംഗ് ഒനിയനും കൂടി ഇട്ട് കൊടുക്കണം. ഇതധികം വേവിക്കുകയൊന്നും വേണ്ട, ചോറൊന്നും ഉടയാതെ എല്ലാം നന്നായിട്ട് അതുമായിട്ട് മിക്സ് ചെയ്യുക. മിക്സിങ് മെയിനാണ്. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസും
ചിക്കൻ വറുത്തതും ചില്ലി ചിക്കനും എല്ലാം റെഡി ആയിട്ടുണ്ട്. 7 മണി കഴിഞ്ഞപ്പോഴേക്ക് ഇതേ അവരും വന്നിട്ടുണ്ട്. ഇവരുടെ കാര്യം മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഗെറ്റ് ടുഗദറിന് പോയപ്പോൾ പരിചയപ്പെട്ടതാണ് ഇവരെ. ഇവർ 3 പേരും ഫിലിപ്പീൻസാണേ. ഇവർ 3 മാത്രമല്ല കേട്ടോ, ഇവരുടെ കൂടെ ഇനിയുണ്ട് ആൾക്കാർ. ഒരു 8-10 പേരെങ്കിലും ഉണ്ട് ഇവർ. അവരെ എല്ലാം വിളിച്ചത് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ മിക്കവർക്കും ഡ്യൂട്ടി ആയിരുന്നു, ഈവനിങ്ങും നൈറ്റുമെല്ലാം. ഇവർക്ക് 3 പേർക്കും മാത്രമേ മോർണിംഗ് ഉണ്ടായിരുന്നുള്ളൂ. വൈകിട്ടായപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ഇവർ 3 പേരും മാത്രമേ വരുന്നുള്ളൂ എന്ന്. പിന്നെ വന്നപ്പോഴേ ജ്യൂസിൽ നിന്ന് തുടങ്ങാമെന്ന് കരുതി നേരെ ജ്യൂസ് കൊടുത്തു. പിന്നെ കുറേ നേരം വർത്തമാനം പറച്ചിലായിരുന്നു. എന്തൊക്കെയാണ് വർത്തമാനം പറയുന്നതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പം കിട്ടുന്ന വിഷയം എല്ലാം പറയുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നേരെ അടുക്കളയിലോട്ട് കൊണ്ടുപോയി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി. ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്, ഞാൻ അപ്ലോഡ് ചെയ്തോട്ടെ, ഇങ്ങനെ യൂട്യൂബിൽ ഇടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പോഴാണ് യൂട്യൂബിൻ്റെ കാര്യം അവരറിയുന്നത്. അപ്പം തന്നെ അവർ ഫോണൊക്കെ എടുത്ത് സെർച്ച് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്തു. അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇട്ടോളൂ എത്ര വേണേലും ഇട്ടോളൂ എന്ന് പറഞ്ഞ് നമ്മൾ ഫുഡെല്ലാം കൊടുത്ത് അവർക്ക് 3 പേർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവരിലും ഡെയിലി റൈസ് കഴിക്കുന്നവരുണ്ട് കേട്ടോ, നമ്മളെപ്പോലെ തന്നെ. ഞങ്ങൾ ഓർത്തത് ഇവരിങ്ങനെയുള്ള ഫുഡൊക്കെ അധികം കഴിക്കില്ല എന്നാണ്. പക്ഷേ അവർ നന്നായിട്ട് കഴിച്ചു, എല്ലാം ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്നെ യോഗേർട്ട് ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും വരുന്ന കരുതി കുറേ യോഗേർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ തന്നെ അതിൻ്റെ അകത്തുനിന്ന് സെലക്ട് ചെയ്ത് അതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവരങ്ങ് ക്ഷീണിച്ചു. പിന്നെ നമ്മൾ വീണ്ടും വർത്തമാനം പറയാമെന്നും പറഞ്ഞ് ഹോളിലോട്ട് വന്നു. പിന്നെ നമ്മൾ പറഞ്ഞ കഥകളെല്ലാം ഹിന്ദി സിനിമയുടെ ആയിരുന്നു. നമ്മുടെ അമീർ ഖാനെയും ദീപിക പദുക്കോണിനെയൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ സിനിമയൊക്കെ ഇവർ കാണാറുണ്ടെന്ന്. പിന്നെ എല്ലാവരെയും പോലെ തന്നെ നമ്മുടെ ശ്രേയ ഘോഷാൽ, അതിവർക്കും ഒരു വീക്ക്നെസ്സാണ്. ഞാൻ ആദ്യം വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഇവർ വിചാരിച്ച് വീട്ടിലെ ഫാമിലി മെമ്പേഴ്സിനെ ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വീഡിയോ എടുക്കുന്നതെന്ന്. പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്തോട്ടെ എന്ന് ചോദിച്ച് പെർമിഷൻ ചോദിച്ചപ്പോഴാണ് ഇവർ അറിഞ്ഞത് യൂട്യൂബിൻ്റെ കാര്യം. പിന്നെ ഇരുന്ന് ഞാൻ വീഡിയോ എടുക്കുമ്പോഴെല്ലാം ഓരോ പോസ് തരുമായിരുന്നു. കഴിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് അതിലൊരാൾക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്നാൽ പോയേക്കാമെന്ന് കരുതി ഒരു 9:30 9:45 അവർ ഇറങ്ങിയപ്പോൾ. സത്യത്തിൽ ഇത്രയും നേരം സമയം പോയതുപോലും അറിഞ്ഞില്ല. ആദ്യം ഇവരെ പരിചയപ്പെട്ടപ്പോൾ തൊട്ട് നമ്മൾ പ്ലാൻ ചെയ്തതാണ് വീട്ടിലോട്ട് ഒരു ദിവസം വിളിക്കണമെന്ന്. അങ്ങനെ ഇന്നാണ് അത് സാധിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ എൻ്റെ വീഡിയോയിൽ നോക്കി ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഗുഡ് നൈറ്റ്. ഇതിൽ 2 പേര് ഈ ബിൽഡിങ്ങിൽ തന്നെ ഉള്ളവരാണ്, ഒരാൾ തൊട്ടപ്പുറത്ത് ബിൽഡിങ്ങിൽ. അങ്ങനെ കുറേ നാളത്തെ നമ്മുടെ പ്ലാൻ നല്ല രീതിയിൽ തന്നെ അവസാനിച്ചു. നല്ല ഫുഡായിരുന്നു. ഇനി ഇടക്കിടക്ക് വിളിക്ക്, ഞങ്ങൾ ഇടക്കിടക്ക് വന്ന് തിന്നോളാം എന്ന് പറഞ്ഞിട്ടാണ് പോയേക്കുന്നത്. അങ്ങനെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവരങ്ങ് പോയി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.